ഹമാസ് തീവ്രവാദികളെ നേരിടാൻ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന യന്ത്രത്തോക്കുകളാണ്. ഈ തോക്കുകൾ നിർമ്മിച്ചു നൽകിയത് മറ്റാരുമല്ല, അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കമ്പനിയുമായി ചേർന്നാണ് ഈ അത്യാധുനിക യന്ത്രത്തോക്കുകൾ നിർമ്മിച്ചത്. സാധാരണ യന്ത്രത്തോക്കുകളെ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കില്ലിംഗ് മെഷീനുകളെ മാറ്റിയാണ് ഇസ്രായേൽ സൈന്യം ഇത് ഉപയോഗിക്കുന്നത്. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ അധിനിവേശത്തിൽ അർബൽ എന്ന് വിളിക്കുന്ന ഈ തോക്കുകളാണ് ഉപയോഗിച്ചത്. ഒരൊറ്റ ഉണ്ട പോലും പാഴാകാത്ത രീതിയിൽ ലക്ഷ്യസ്ഥാനം ഉറപ്പാക്കുകയും മരണനിരക്ക് കുത്തനെ ഉയർത്തുകയും ചെയ്യുന്നതാണ് ഈ തോക്കുകൾ. ഇന്ത്യൻ പ്രതിരോധ കമ്പനിയായ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കമ്പനിയുടെ കഴിവ് തെളിയിക്കുന്നത് തന്നെയാണ് ഈ അർബൽ യന്ത്രത്തോക്കുകൾ. ഇസ്രായേലിന്റെ ടാവോർ, കാർമൽ, നെഗവ് തുടങ്ങിയ തോക്കുകളിൽ AI സാങ്കേതികവിദ്യ സന്നിവേശിപ്പിച്ചാണ് ഈ തോക്കുകൾ അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 44,000-ഓളമാണെന്നാണ് പുറത്തുവരുന്ന കണക്കുകളെങ്കിലും അതിലും എത്രയോ ഇരട്ടി വരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും തീവ്രവാദികൾ തന്നെയാണ്. ഗാസയിലെ AI യുദ്ധത്തിൽ ഇന്ത്യൻ കമ്പനിയായ അദാനി എയറോസ്പേസിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആദ്യ ആയുധമാണ് അർബൽ. 2022 ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന പ്രതിരോധ പ്രദർശനത്തിലാണ് അർബലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചത്. ഇസ്രായേലി വെപ്പൺ ഇൻഡസ്ട്രീസ്, അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്നിവ സംയുക്തമായാണ് ഈ തോക്ക് നിർമ്മിക്കുന്നത്. 2024 ഏപ്രിലിൽ ഇസ്രായേലി വെപ്പൺ ഇൻഡസ്ട്രീസ് ഈ തോക്ക് അവതരിപ്പിച്ചപ്പോൾ ഏറെ പേരെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് അദാനി കമ്പനിയെക്കുറിച്ച് കമ്പനി പരാമർശിച്ചിരുന്നില്ല. 2023 ഒക്ടോബർ മുതൽ ഈ തോക്കുകൾ ഗാസയിൽ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഇസ്രായേൽ കമ്പനികൾക്ക് അദാനി എയറോസ്പേസ് ഡ്രോണുകൾ കൈമാറിയിരുന്നു. ഇസ്രായേലി സേനയ്ക്ക് വേണ്ട കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് നിർമ്മിച്ചു നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.